പാലം തകർന്ന കോഴിക്കോട് തോരായിക്കടവിൽ ആശങ്കയിലാണ് പ്രദേശവാസികൾ. ഏറെ കാത്തിരുന്ന പാലം എന്ന് യാഥാർത്ഥ്യമാകും എന്നാണ് നാട്ടുകാരുടെ ചോദ്യം. പാലം തകർന്നു വീണ തോരായിക്കടവിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഇന്നലെ തകർന്ന തോരായിക്കടവ് പാലത്തിന് സമീപത്താണ് ഇപ്പോൾ ഞാനുള്ളത്. ഇന്നലെ ഏതാണ്ട് 3:45 കൂടിയായിരുന്നു നിർമ്മാണം പുരോഗമിക്കവേ ഇതിൻ്റെ ഒരു ബീം തകർന്നിരുന്ന സാഹചര്യം ഉണ്ടായത്. ഇവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികളൊക്കെ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരിക്കെയും 2 പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിനുശേഷം, അതായത് ഈ പാലത്തിൻ്റെ ബീം തകർന്നതിന് ശേഷം നിരവധി ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ കരാർ കമ്പനിയുമായി ബന്ധപ്പെട്ടടക്കം നേരത്തെ കരിമ്പട്ടികയിൽപ്പെടുത്തിയ കമ്പനിയാണ് എന്നൊക്കെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇവിടുത്തെ പ്രദേശവാസികൾ കുറേ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പണി പെട്ടെന്ന് പൂർത്തിയാവുന്ന പ്രതീക്ഷിച്ചിടത്തു നിന്നാണ് തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. ഇവിടെ എന്ത് സംഭവിച്ചു ഞങ്ങൾ കരുതുന്നത്? ഞങ്ങൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ല. ഏതായാലും കുറച്ച് മാസങ്ങൾക്ക് ആകുമ്പോഴേക്ക് ഇത് പൂർത്തീകരിക്കുമെന്ന് വിചാരിച്ചാൽ, പക്ഷെ അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത്. അപ്പോൾ ഇന്നലെ 2:45-3 മണിൻ്റെ ഉള്ളിലാണ് ഈ സംഭവം നടന്നത്. ഈ കമ്പനിക്ക് 18 മാസം കൊണ്ട് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാലത്തിൻ്റെ പണി കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഏകദേശം 2 വർഷം കഴിഞ്ഞ് ഇതിൻ്റെ പണി തുടങ്ങിയിട്ട്. പിന്നെ ഇത് ഈ സംഭവിച്ചത് ഒരു പക്ഷേ പ്രവൃത്തിയിൽ വന്ന പാകപ്പിഴ ആയിരിക്കാം എന്ന് അനുമാനിക്കുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ പണി പൂർത്തിയാക്കുകയാണെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള പഠനം നടത്തിയ ശേഷം മതി എന്നാണ് ഇന്നലെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പറഞ്ഞത്. കാരണം ഇപ്പോൾ ഇത് നിർമ്മാണത്തിലിരിക്കെ തകർന്നു വീണ സ്ഥിതിക്ക് ഇനി മറ്റെന്തെങ്കിലും അപാകതകൾ ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ടതാണല്ലേ? അങ്ങനെ വേണ്ടി വരും. ഞങ്ങൾ ഇപ്പം ഈ നാട്ടുകാർ പ്രദേശവാസികൾ എത്രയും പെട്ടെന്ന് പണി തീരട്ടെ എന്നാഗ്രഹിച്ച് നിൽക്കുന്നതായിരുന്നു. അതിന് ഇടക്കാണ് ഇത് സംഭവിച്ചത്. നിലവിലൂടെ കടത്താണുള്ളത്. അപ്പോൾ അത് കടത്ത് എത്രത്തോളം പ്രായോഗികമാണ് ഇപ്പം നല്ല മഴയുള്ള സമയമൊക്കെയാണെങ്കിൽ? ഇപ്പോഴ് സ്വാഭാവികമായിട്ടും ചെറിയ പ്രയാസങ്ങളുണ്ട്. കാരണം ഈ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾക്കൊക്കെ, എന്നിരുന്നാലും വളരെ പ്രതീക്ഷയോടെയാണ് ഞങ്ങളൊക്കെ ഇതിനെ കാത്തു നിൽക്കുന്നത്. എത്രയും പെട്ടെന്നാണ് ഇതിൻ്റെ പാലം വരട്ടെ എന്നുള്ള ഉദ്ദേശം. പിന്നെ പാലം തകരുക എന്ന് പറയുന്നത് ഇവിടെ മാത്രമല്ല, പല ഭാഗത്തും പാലം തകരുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ അതിനെപ്പറ്റിയൊക്കെ ഒരു പുനർചിന്തനം സർക്കാർ നടത്തേണ്ടി വരും. കാരണം വെച്ചാൽ ഒരു ഉത്തരവാദിത്തമില്ലായ്മയാണ് കമ്പനിക്ക് വരുന്നത്. കാരണം വെച്ചാൽ ഇവിടെ ഇപ്പോൾ 1.5 കൊല്ലമായി പണി നടക്കുന്നത്. ഇവിടെ അങ്ങനെ എപ്പം വന്നിട്ട് ഒരു മേൽനോട്ടമൊന്നുമില്ല. ഞങ്ങളെല്ലാം കൂടെ വരുന്ന ആളല്ലേ? പെട്ടെന്ന് ഇത് ഇങ്ങനെ എന്തായാലും തകർന്നു വീണമെന്ന് കേട്ടപ്പോൾ എന്താ തോന്നി? അങ്ങനെ പാലം തകർന്നുള്ള വാർത്തയാണ് വരുന്നത്. പക്ഷെ പാലത്തിന് വീമാണ് വീണത്. അതിൻ്റെ മോൾഡ് ക്രാക്ക് വന്ന് അപ്പം സംഭവിച്ച കൊണ്ട് അധികം പരിക്കൊന്നും പറ്റിയില്ല അല്ലേ? എന്തായാലും ഈ നാട്ടുകാരുടെ പൊതുവായിട്ടുള്ളൊരു ആവശ്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ മാതിരി എന്താണ് നിർമ്മാണത്തിലുണ്ടായ അപാകതയാണോ എന്താണെന്ന് അവർക്കറിയില്ല. എന്തായാലും അത് പരിഹരിക്കപ്പെടണം എന്നുള്ളൊരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഇനിയിപ്പോൾ ഇതിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്ന വേളയിലും മറ്റ് അപാകതകളൊന്നുമില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് വേണം നിർമ്മാണം. ഇപ്പോൾ വേഗത്തിൽ പണി പൂർത്തിയാക്കിക്കൊണ്ട് മാത്രമായില്ല, അതിൻ്റെ സുരക്ഷ അത് എത്രത്തോളം ഉണ്ട് എന്ന് കൂടി ഉറപ്പാക്കി. തോരായിക്കടവിൽ ഈ പ്രദേശവാസികളൊക്കെ ആശങ്കയിൽ കഴിയുന്നത്. അവിടെ ഒരു പാലം വേണമെന്നത് അവരുടെ വലിയ സ്വപ്നമാണ്. ആ പാലത്തിനുള്ള പണി നടക്കുന്നതിനിടയിലാണ് ഇതിൻ്റെ ഒരു ഭാഗം തകർന്ന് വീണത്. അവിടെ നിന്ന് നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. എത്രയും പെട്ടെന്ന് കുറ്റമറ്റ രീതിയിൽ ആ പാലത്തിൻ്റെ പണി പൂർത്തിയാകട്ടെ എന്നതാണ് നാട്ടുകാരുടെയും ആഗ്രഹം. അതങ്ങനെ നടക്കട്ടെ.